എല്ലാവർക്കും നമസ്കാരം. അങ്ങനെയുണ്ട് എല്ലാവരും കർക്കിടകക്കഞ്ഞിയൊക്കെ കുടിച്ചോ? എത്ര ടൈപ്പ് കുടിച്ചു? ഞാൻ പറഞ്ഞല്ലോ 2-4 ടൈപ്പ് ഉണ്ടെന്ന്. അതിൽ ഫസ്റ്റ് ടൈപ്പ് കഴിഞ്ഞു, ഞാൻ കാണിച്ചു തന്നു. മരുന്ന് കഞ്ഞി, മരുന്ന് ഇട്ടുള്ള ഔഷധക്കഞ്ഞി, 16 തരം മരുന്നിട്ട്. ഇനി അടുത്തത് ആശാളി ഉലുവ കഞ്ഞിയാണ്. ആശാളി അതിൻ്റെ കോഴ്സ് കഴിഞ്ഞു. ഇനി അടുത്ത ആശാളി ഉലുവ. ആശാളി ഉലുവ ഇതാണ്. ഇത് നമ്മൾ ഒരു 5 മണിക്കൂർ കുതിരാൻ വെക്കണം. ഒരു 20 ഗ്രാം ഉലുവയും ഒരു 30 ഗ്രാം ആശാളിയും കൂടെ, അത്രയും മതി കേട്ടോ. ഒരുപാട് ഉലുവയായ കഴിക്കും കേട്ടോ. നമുക്ക് കുറച്ചേ ഉണ്ടാക്കുന്നതിന്. ഇപ്പം നമ്മൾ കുഞ്ഞു നാഴിയുടെ നാഴിക്ക്, അതായത് ഒരു 100 ഗ്രാം അരി കൊണ്ട് ചെയ്യുന്നതാണ് ഇപ്പം ഞാൻ. അതിനപ്പം ഇത്രയും മതി കേട്ടോ. ഇപ്പം ഞാൻ അരി വേവിച്ചെടുത്തു. ഞാൻ പറഞ്ഞല്ലോ, ചുമന്ന കുത്തരി കൊണ്ട്, ഉണക്കലരി കുത്തലരി വേവിച്ച് കഴിഞ്ഞിട്ടോ. തേനിട്ട് വേവിച്ച് കഴിഞ്ഞിട്ട് ഇനി നമ്മളിടാൻ പോണത് ഈ കുതിർത്ത ആശാളിയും ഉലുവയും കൂടി അതിനകത്തേക്ക് ഇടണം കേട്ടോ. ആശാളിയും കൂടി ഇടണം. ഇത് അതിനകത്തേക്ക് ഇടണം. എന്നിട്ട് നമ്മളിങ്ങനെ ഇളക്കി അത് കുറുകി വരണം കേട്ടോ. ഇത് ഒന്ന് സെറ്റായി വരണം. അത് കഴിഞ്ഞിട്ട് നമ്മൾ, ഞാൻ പറഞ്ഞ പോലെ തന്നെ, എന്താ പറയുക, തേങ്ങ ചിരകി എടുത്തിട്ട് വെളുത്തുള്ളിയും ജീരകവും കൂടി ഇട്ട് അരച്ചെടുക്കണം. തേങ്ങാപ്പാലും ഉണ്ടാക്കാം. ഞാനിപ്പോൾ അരച്ചെടുത്തേക്കണേ. അരച്ചിട്ട് അത് ഇതിനകത്തേക്ക് ഒഴിക്കണം കേട്ടോ. അയ്യോ, അധികമായിപ്പോയി, കഞ്ഞി കൂടുതലായിപ്പോയി. മതി. ഇത് 3 ദിവസമാട്ടോ എൻ്റെ കോഴ്സ്. ഇത് 3 ദിവസമാണ് കഴിക്കേണ്ട ഓരോന്നിനും. അപ്പം നമ്മൾ കൂടുതൽ ഈ വൈകുന്നേരം കഞ്ഞി കുടിക്കണം എന്ന് പറഞ്ഞാൽ, നമ്മൾ ഈ കഞ്ഞി കുടിച്ചു കഴിഞ്ഞാൽ കിടന്നുറങ്ങണം എന്നാണ് പഴയ ആൾക്കാരൊക്കെ പറയുന്നത്. നമ്മൾ കിടന്നുറങ്ങണം. നമ്മൾ പകലം കുടിച്ചു കഴിഞ്ഞാൽ അത് ജോലി ചെയ്യാൻ പാടില്ലെന്ന് പറഞ്ഞാൽ, അതായത് ഇതൊക്കെ നമ്മൾ കഴിക്കുന്ന എന്തിനാണ്, നമുക്ക് എന്താ പറയുക, ഇമ്മ്യൂണിറ്റി പവർ കിട്ടും. നമ്മുടെ ബോഡിക്ക് ഇമ്മ്യൂണിറ്റി പവറാണ്. ഈ 1 വർഷം നമുക്ക് അസുഖം വരില്ലെന്നാണ് പറയുന്നത്. എന്നാലും ബോഡിക്ക് നമുക്ക് ഇമ്മ്യൂണിറ്റി പവറാണ്. നമുക്ക് രോഗങ്ങൾ വരാതെ പ്രതിരോധ ശക്തി കിട്ടാനാണ് ഈ പഴയ അമ്മമാരൊക്കെ ഇങ്ങനെ വെച്ച് മക്കൾക്കും വീട്ടിലെല്ലാവർക്കും കൊടുക്കുന്നത്. അപ്പോൾ ഇത് കഴിച്ചു കഴിഞ്ഞാൽ കാലുവേദന ഉണ്ടാവില്ല, നടുവേദന ഉണ്ടാവില്ല. പിന്നെ പ്രസവിച്ച് കിടക്കുന്ന കുട്ടികൾക്കും ഇത് കൊടുക്കും കേട്ടോ. പ്രസവിച്ച് കിടക്കുന്നവർക്കും ഇത് മസ്റ്റാണ്. നമ്മളൊക്കെ കഴിക്കുന്ന കർക്കിടകത്തിൽ മാത്രമേ ഉള്ളൂ. അപ്പം ഇത് എല്ലാവരും ഉണ്ടാക്കി